ഹായ് കൂട്ടുകാരെ, ദിശം വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഞങ്ങളുടെ മുറ്റം കാണാൻ എങ്ങനെയുണ്ട്? നമുക്കൊന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ എങ്ങനെ നടന്നു നോക്കാം. അതിനായിട്ട് നമ്മളൊരു കോൺക്രീറ്റിൻ്റെ കാല് ഇവിടെ നേരത്തെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. നടാനുള്ള തൈകൾ ഇവിടെ ഉണ്ട്. നമുക്കത് ആദ്യം ഒന്ന് കാണാം. 2 മാസം മുമ്പ് നമുക്ക് കിട്ടിയ തണ്ടുകളാണ്. നമ്മളത് ചെറിയ കൂടകളിൽ മണ്ണ് നിറച്ച് വേര് പിടിപ്പിച്ചെടുത്തതാണ്. അതിൽ നിന്ന് പൊടിപ്പൊക്കെ അത്യാവശ്യം വലുപ്പത്തിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 4 തണ്ട് നമ്മളിങ്ങനെ വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 തണ്ടും അത്യാവശ്യം നല്ല നീളത്തിലുള്ള പൊടിപ്പായിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഇത് അധികമായിട്ടില്ല. ഇത് നമ്മളൊരു 1.5 മാസത്തോളം ആയിട്ടുള്ള നട്ടിട്ട് ഇതിന് വേര് പിടിച്ചത് പൊടിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നമുക്ക് നേരത്തെ കിട്ടിയതാട്ടോ. അതൊരു 3-4 മാസത്തെ വളർച്ചയുണ്ട്. ഈ ഗ്രോ ബാഗിൽ നിന്നത് പറിച്ച് നടൽ ചെറിയൊരു ടാസ്ക്കാണ്. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച കറുകപ്പട്ട തൈയാണ്. അതുപോലെ ഇത് നിങ്ങൾ കണ്ടോ, വാനിലയുടെ ചെറിയ തൈകളാണ്. ഇത് നമ്മളിവിടെ കമ്പ് നട്ട് ഉണ്ടാക്കിയെടുത്താട്ടോ. സാധാരണ വാനില ഇതുപോലെ ചെറിയ ബാഗിൽ വളർത്തിയെടുക്കാൻ പ്രയാസമാണെന്ന് പറയാറെല്ലാവരും. പക്ഷേ നമുക്ക് ഈ കൂടുതൽ ഇതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള മണ്ണ് നമ്മൾ റെഡിയാക്കുകയാണ്. നമ്മൾ കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊട്ട ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നമ്മൾ ചേർക്കുകയാണ്. കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം തൊട്ടടുത്ത് മുന്തിരിയുടെ ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ അത് കാരണം കുറച്ച് കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൊട്ട ചാണകപ്പൊടി മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മറിക്കാം. സാധാരണ നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്ക് ഈ മിശ്രിതം നിറച്ചിട്ട് അതിനകത്ത് ചെടി നടുക അല്ല നമ്മൾ ചെയ്യുന്നത്. പകരം നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ള ആ കോൺക്രീറ്റിൻ്റെ അടുത്ത് ഒരു തിണ്ട് പോലെ ഈ മിശ്രിതം നിറച്ച് വെച്ചിട്ട് അതിലാണ് നമ്മൾ ചെടി നടുന്നത്. അതെന്താണെന്നോ, നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ഇതിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തൂണിന് ചുറ്റും ഒരു വാരി എടുത്തിട്ട് ആ വാരിയിൽ ഈ തൈകൾ നടുന്നത്. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വെയിലുമാണ് കേട്ടോ നടുന്നിടത്ത്. വെയിലില്ലെങ്കിൽ ഇത് കായ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമുക്കിതുപോലെ താങ്ങ് കൊടുത്തിട്ട് ആ താങ്ങിൻ്റെ 4 വശത്തായി 4 തൈകൾ നടാം. തൈകളിൽ നിന്നും പൊടിച്ചു വരുന്ന ആ കമ്പുകൾ ഈ താങ്ങിൽ കെട്ടി വെച്ചിട്ട് മുകളിലേക്ക് വളർത്തി മുകളിലെത്തിയതിന് ശേഷം നമുക്കൊരു ടയറോ മറ്റോ ഉപയോഗിച്ചൊരു വളയം ഉണ്ടാക്കി അതിലോട്ട് തൂക്കിയിട്ട് ആ തൂങ്ങി വരുന്ന അതിൽ നിന്നും കട്ട് ചെയ്ത് വരുന്ന ചില്ലകളിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. തൈകൾ നട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും നമുക്കത് കായ ഉണ്ടാകും. നന്നായി പരിചരിച്ചാൽ 1 വർഷം കൊണ്ടൊക്കെ കായ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. നമുക്കത് നന്നായി പരിചരിച്ച് നോക്കാം. എത്ര സമയം കൊണ്ട് നമുക്ക് കായ ഉണ്ടാകുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മണ്ണൊരുക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തൈകൾ നടാം. ഇവനെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ നടാനുള്ള സ്ഥലവും തൈകളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺക്രീറ്റ് തൂണിൻ്റെ 4 വശത്തായിട്ട് 4 തൈകൾ നടാം. ഡ്രാഗൺ തൈകൾ അധികം താഴ്ത്തി നടേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഇതിന് വളം കൊടുക്കുമ്പോഴും നമുക്ക് അടിയിലേക്ക് കുഴിയെടുത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മുകളിലൊന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു തൈ നട്ടു. അടുത്ത തൈ നമുക്ക് ഈ വശത്ത് നടാം. ഒരിക്കലും ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്നാൽ ഇതിനൊരു ഫംഗസ് ബാധ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒത്തിരി നനയും ആവശ്യമില്ല. കടുത്ത വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ആഴ്ചയിൽ 2 തവണ നനച്ചാൽ മതിയാകും. വളമായിട്ട് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുത്താൽ മതി.
ഇതിൽ നിന്നും പൊടിച്ചു വരുന്ന ഈ ചിനപ്പുകൾ ഈ സൈഡിലേക്കാണ് വളരാൻ സാധ്യത കൂടുതൽ. അതിനെ നമ്മൾ ഈ പോസ്റ്റിലേക്ക് പിടിച്ച് കെട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് എത്തിയതിന് ശേഷം മുകളിൽ റിങ്ങോ മറ്റോ ഉണ്ടാക്കിയിട്ട് അതിലൂടെ സൈഡിലേക്ക് വളർത്തണം. എന്തായാലും നമ്മൾ ഈ തൈകൾ വളരുമ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ കാണിക്കാം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന മുറ്റമുള്ള ആളുകൾക്കൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നടാൻ പറ്റും. സ്ഥലമില്ലാത്തവർക്ക് വലിയ ചട്ടികളിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്കിത് നടാം. അപ്പോൾ നമ്മൾ 3 തൈകൾ നട്ടു. ഇനി 4ാമത്തെ ലാസ്റ്റ് തൈയാണിത്. സത്യം പറഞ്ഞാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല, കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിത് നടുന്നത്. അപ്പോൾ നമ്മുടെ 4 തൈകളും നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് പൊടിച്ചു വന്നിട്ടുള്ള ഈ പൊടിപ്പുകളൊക്കെ ഈ തൂണിനോട് ചേർത്ത് കെട്ടി കൊടുക്കണം. അധികം ടൈറ്റായിട്ട് കെട്ടരുത്, കാരണം ഈ കമ്പുകൾ ഇനി ഒന്നും കൂടി വണ്ണം വെച്ച് വരാനുള്ളതാണ്. അപ്പോൾ അധികം ഇറുകി പോകരുത്, ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് പൂവിടുന്ന സമയമാട്ടോ ഇത്. ഈ ഏപ്രിൽ മുതൽ ഒരു സെപ്റ്റംബർ വരെ സമയത്താണ് അതിൻ്റെ ഫലമുണ്ടാകുന്നത്. ഈ സമയത്തൊക്കെ പൂവിടുന്ന സമയമാണ്. നമുക്കെന്തായാലും ഇത് ഇപ്പോൾ നട്ടാൽ അടുത്ത ഒരു വർഷമാകുമ്പോഴത്തേനും, അടുത്ത ഏപ്രിൽ ആകുമ്പോഴത്തേനും നമുക്കതിന്മേൽ പൂവുണ്ടാവാനുള്ള പരിചരണം കൊടുക്കണം. ഒരു വർഷം കൊണ്ട് കായ്പ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൊണ്ട് കായ്ക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. കാരണം നമ്മൾ ഈ നട്ട സ്ഥലം നന്നായി വെയിലുള്ള ഒരു സ്ഥലമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളായിട്ട് വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണ്. അതുമാത്രമല്ല നമ്മുടെ വീടിനോട് മുമ്പിലല്ലേ, എപ്പോഴും നമ്മൾ കാണുന്ന സ്ഥലത്താണല്ലോ. അപ്പോൾ നല്ല പരിചരണം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അണുബാധകളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ദിവസവും നമ്മുടെ കൺമുമ്പിലുള്ളത് കൊണ്ട് ഒരു വർഷം കൊണ്ട് കായ്പ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളിന്ന് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇന്ന് നമ്മുടെ കൂടെ കൃഷിപ്പണിക്കുള്ളത് ദീദിയല്ല കേട്ടോ, ഷെസുമോനാട്ടോ കൂടെ ഉള്ളത്. ഞാൻ ഷെസുമോനും കൂടി ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നൊന്ന് നനച്ച് കൊടുക്കാം. നന അധികം വേണ്ട, അധികം നനയായാൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. നമുക്ക് ആയുണ്ടായി ആർക്ക് തിന്നാനാ? ഇതുപോലെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അറിയുന്നത് പറഞ്ഞു തരാം, അറിയാത്തതും നിങ്ങൾക്ക് ഉത്തരം പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങളൊരു വിങ് ഉണ്ട്, കുറേ കൃഷി ഓഫീസർമാരും അതുപോലെ ഉള്ള ആളുകളൊക്കെ ആയിട്ടുള്ളൊരു വിങ് ഉണ്ട്. അതിൽ ചോദിച്ചാൽ അവർ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നിങ്ങളെ ചുമ്മാ വീഡിയോ കണ്ടു പോയാൽ പോലെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നടണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് കമൻറ്റ് ചെയ്യണേ, അതാണ് നമ്മുടെ സന്തോഷം. ചെടി നടലും ഷെസുമോൻ്റെ നനയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതെ, ഷെസുമോൾക്ക് വേണ്ട, പിന്നെന്താ? ഇനി മതി.